US ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ ബാലൻസ്ഡ് സ്പീച്ചും അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ എൻവിഡിയയുടെ ഡീസൻറ്റ് പെർഫോമൻസിന് ശേഷവും അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.14%, S&P 0.07%, ഡോ ജോൺസ് 0.03% ലോവർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ബേസിസിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഡാക്സ് 1.29% ഇടിഞ്ഞപ്പോൾ CSE 1.58%, ഫഡ്സെ 0.6% ഇടിഞ്ഞു. ഇന്നത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് ഓപ്പണിങ്ങോ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.6% ഇടിഞ്ഞ് $85.18 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓട്ടോ, ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 0.46% ഉയർന്ന് 24,433 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കഴിഞ്ഞ ദിവസവും മാർക്കറ്റിൽ ബൈങ് സൈഡിലായിരുന്നു. FIS 314 കോടി രൂപയുടെയും DIS 1416 കോടിയുടെയും ബൈങ് ആണ് നടത്തിയത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഫീനിക്സ് മിൽ. ഫീനിക്സ് മില്ലിൻ്റെ സബ്സിഡറി കമ്പനിയായ O2 റിന്യൂവബിൾ എനർജി 30 പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 4.6 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഫീനിക്സ് മിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 30.95% ഉയർത്തിയിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും എലവേറ്റഡ് മെട്രോ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി 187 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. BLS ഇൻ്റർനാഷണൽ എന്ന കമ്പനി iData എന്ന കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഈ സ്റ്റേക്ക് അക്വിസിഷൻ BLS ഇൻ്റർനാഷണലിൻ്റെ വിസ ആൻഡ് കോൺസുലാർ സർവീസിനെ ശക്തിപ്പെടുത്തിയേക്കും. ഇൻഫോസിസ് എന്ന കമ്പനി യൂറോപ്പിലെ ലീഡിംഗ് സെക്യൂരിറ്റി പ്രൊവൈഡർ കമ്പനിയായ സെക്ടർ അലാം എന്ന കമ്പനിയുമായി ചേർന്ന് 5 വർഷത്തെ കൊളാബറേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബിസിനസ് സിസ്റ്റം ഇനേബിൾഡ് ക്ലൗഡ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഫോസിസ് സെക്ടർ അലാം എന്ന കമ്പനിയുമായി ചേർന്ന് കൊളാബറേഷനിൽ എത്തിയിരിക്കുന്നത്. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. അദാനി എനർജി സൊല്യൂഷൻസിന് ന്യൂ ജനറേഷൻ അലൂമിനിയം അലോയ്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 900 കോടി രൂപയുടെ ഓർഡർ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദാനി ഡ്രഗ്സിൻ്റെ താരാപൂരിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം അദാനി ഡ്രഗ്സ് എന്ന സ്റ്റോക്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഹാവൽസ് ഇന്ത്യ അതിൻ്റെ കേബിൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി രാജസ്ഥാനിലെ അൽവാർ പ്ലാന്റിൽ 375 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആനുവൽ കേബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 41.2 ലക്ഷം കിലോമീറ്ററിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഹാവൽസിൻ്റെ ലക്ഷ്യം. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് അൾട്രാ വൈബ്രൻറ്റ് സോളാർ എനർജി എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും 465 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോയ്ഡ് മെറ്റൽ ആൻഡ് എനർജി എന്ന കമ്പനി QIP വഴി 1200 കോടി രൂപ സമാഹരിച്ചു. അദാനി പോർട്ടിന് ഗുജറാത്തിലെ ദീൻ ദയാൽ പോർട്ടിലെ 13 നമ്പർ ബെർത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമുള്ള ഓർഡർ ലഭിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. JSW സ്റ്റീലുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ JSW സ്റ്റീലിൻ്റെ സ്റ്റീൽ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റീൽ പ്രൊഡക്ഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ 6% ഇടിഞ്ഞു. ഇയർ ഓൺ ഇയറിൽ 1% ഇടിഞ്ഞു. ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം മെയിൻ്റനൻസ് ഷട്ട് ഡൗണുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷനിലെ കുറവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.